ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. അപ്പോൾ നമ്മളിന്ന് സമ്മർ സീരീസിലെ 5ാമത്തെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു തേങ്ങ അരച്ച മീൻകറിയാണ്. അതെല്ലാവർക്കും വെക്കാനറിയാം. ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു രുചി എന്ന് പറയുന്നത് ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള കക്ക് മുന്തിരി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പുളിയൊന്നും ഉപയോഗിച്ചിട്ടില്ല, മുന്തിരിയാണ് പുളിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് 1-2 പച്ചത്തക്കാളിയും കൂടി ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു വ്യത്യസ്തമായ രുചിയാണ്, നല്ല രുചിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പികൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എല്ലാം മിക്കവാറും പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ 4 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വളരെ ചെറിയ സൈസാണ്, അതുകൊണ്ടാണ് 4 തക്കാളി എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു 1 കപ്പോളം പച്ച കക്ക് മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല പുളിയാണ് കേട്ടോ, ഒരു നെല്ലിക്കാപ്പുളിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ പച്ച മാങ്ങയൊക്കെ ഇടുന്ന ഒരു രുചിയിലാണ് ഈ മീൻകറി ഇരിക്കുന്നത്. പിന്നെ ഞാനൊരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഇതിന് തേങ്ങ അരച്ച കറിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് താളിക്കുമ്പോൾ മാത്രമേ നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കൊഴുവ പോലത്തെ മീനാണ്. വേളൂരി അല്ല, ഒരു ആനക്കൊഴുവ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതിൻ്റെ പേര്. പക്ഷേ കറി വെച്ചാൽ നല്ല ടേസ്റ്റിയാണ് തേങ്ങ അരച്ച് കറി വെക്കാനായിട്ട്. അപ്പം അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇന്ന് എല്ലാം വെട്ടി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം സൈഡിൽ. അപ്പം ഞാനിതെല്ലാം അരിഞ്ഞ് പാത്രത്തിലിട്ടതിന് ശേഷം ഞാൻ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ അരിഞ്ഞ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, 6 മുതൽ 7 ചെറിയുള്ളിയാണ് കേട്ടോ. നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞിടുന്നുണ്ട്, സവാളയല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. സവാള ആണെങ്കിൽ ഒരു ചെറുതും മീഡിയം സൈസ് ആണെങ്കിൽ ഒരെണ്ണം മതി. പിന്നെ വെളുത്തുള്ളി ഒരു 5-6 അല്ലി ചെറിയ വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് നമ്മൾ ഈ മിക്സിയുടെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിത് നല്ല വെണ്ണ പോലെ അരഞ്ഞ് വരണം. അരച്ച് എടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനകത്ത് നമ്മൾ കലക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളി അരിയുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. അതും കൂടി ചേർത്തിട്ടാണ് നമ്മളിനി ഈ അരപ്പ് അരയ്ക്കാൻ വേണ്ടി പോണത്. അപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടു, ചെറിയുള്ളിയൊക്കെ ഇട്ടു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിതൊന്ന് അരച്ച് കൊണ്ടുവരാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞാൻ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 7 ചെറിയുള്ളിയും 6 അല്ലി വെളുത്തുള്ളിയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കതൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇനി അരച്ചു കൊണ്ടുവന്ന മസാല ഞാൻ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാണ്. എന്നിട്ട് ഇനിയിപ്പോൾ മിക്സിക്കകത്ത് കഴുകി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാനിത് അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീൻ ഇതിനകത്തേക്ക് യോജിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച്, പിന്നെ ഇതിനകത്ത് ഉപ്പ് ഇടണമല്ലോ, നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഞാനിതൊന്ന് അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് എത്ര മീനുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം എടുത്തോളൂ കേട്ടോ. ഞാൻ അതിന് ഏകദേശം ഇത് കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ ആ മിക്സി കഴുകി അരപ്പൊക്കെ കഴുകി ചേർത്തിരിക്കുന്നത്. 1.5 കപ്പ് വെള്ളമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ. ഇനിയിപ്പോൾ ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊക്കെ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഉപ്പ് പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ആ സമയത്ത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്, ഒരു തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിന്. ഇതിപ്പോൾ നന്നായിട്ട് ഇതെല്ലാം തിളച്ച് നിങ്ങൾക്ക് കാണാം, നന്നായിട്ട് തിളച്ച് റെഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരപ്പെല്ലാം തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം.
ഇപ്പം നമ്മൾ ഈ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഞാൻ സ്പൂണിട്ട് ഇളക്കാറില്ല, പക്ഷേ ഇതിപ്പോൾ ചെറിയ മീനുകളായതുകൊണ്ടാണ് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് തിളച്ച ചൂടുവെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. ഇതിന് ഞാൻ കുറച്ചൊരു 1/2 കപ്പും കൂടി തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ പോവാണ്. തിളച്ച് കഴിയുമ്പോൾ ഇത് തീ കുറച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ചുറ്റിച്ചു കൊടുത്തു, രുചിയൊക്കെ ഒന്ന് നോക്കി. അതിനുശേഷമാണ് തീ കുറച്ചിട്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ കിടന്ന് അത് വെന്ത് വരണം. ഏകദേശം ഒരു 20-25 മിനിറ്റ് എടുക്കും അത് ചാറ് കുറുകി വരാൻ വേണ്ടി. ചാറ് കുറുകി വന്നതിന് ശേഷം ഞാനിപ്പോൾ അതൊന്ന് താളിച്ചിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ചെറിയുള്ളിയും പിന്നെ പച്ചമുളക് ഇടുന്നില്ല, ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇതൊന്ന് താളിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും നല്ല കളറിന് കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ചുവന്ന മുളക് പൊടിയും കൂടി ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കളറ് കിട്ടും കറിക്ക് മേളിൽ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ല രുചിയുമാണ്, പിന്നെ കളറും കിട്ടും. നല്ല ഇതുവരെ നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ലല്ലോ, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ വളരെ ഈസി ആൻഡ് സിമ്പിളാണ്, എല്ലാവരും വെക്കുന്ന രീതിയിലാണ്. വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ മുന്തിരി ചേർക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലെ ഒരു നല്ല റെസിപ്പിയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.